ഇന്നലെ ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള വുമൻസ് ക്രിക്കറ്റിൽ ഇപ്പം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ തേർഡ് ODI മത്സരമായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള സീരീസ് തന്നെ നിർണ്ണയിക്കുന്ന ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയിക്കുന്ന ഒരു സാഹചര്യവും സീരീസ് വിജയിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി. പക്ഷേ ആ ഒരു മത്സരത്തിൽ സ്മൃതി മന്ദന എന്ന ഇന്ത്യൻ താരത്തിൻ്റെ പ്രകടനം, ആ ഒരു താരം നേടിയിട്ടുള്ളൊരു സെഞ്ചുറി ഒരു ഹിസ്റ്റോറിക് സെഞ്ചുറി ആയിട്ട് മാറുന്നു. വിരാട് കോഹ്ലിയുടെ പോലും റെക്കോർഡ് മറികടക്കുന്ന ഒരു സെഞ്ചുറിയൊക്കെ ആയിട്ട് മാറുന്നു എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ ഉണ്ട്. നമുക്ക് ആ കാര്യത്തിലേക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് ചെറുതായിട്ട് കൂടി ഒന്ന് പരാമർശിച്ചു പോകാം. ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച 412 റൺസ് എന്ന ഒരു കൂറ്റൻ റൺസ് ചേസ് ചെയ്ത ഇന്ത്യക്ക് 369 ഓൾ ഔട്ട് ആകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു സൈഡിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് സ്മൃതി മന്ദന. ഇപ്പം ആദ്യം തന്നെ 2 വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് സ്മൃതി മന്ദന എന്ന താരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് കുറച്ചെങ്കിലും ആ ഒരു രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ഹർമൻപ്രീത് കൗർ ആണ്. 35 ബോളിൽ 52 റൺസ് നേടി. അതുപോലെ ദീപ്തി ശർമ്മ 58 ബോളിൽ 72 റൺസ് നേടിയിട്ടുള്ള ഒരു പ്രകടനവും മികച്ചു നിന്നു. പക്ഷേ ഇതിനുശേഷം വിക്കറ്റുകൾ തുരുതുരാ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഇത്രയും കൂറ്റൻ റൺസ് പിന്തുടർന്ന് വരണമല്ലോ. അങ്ങനെയാണ് ഇന്ത്യക്ക് ആ ഒരു മത്സരത്തിൽ തോൽവി നേരിടേണ്ടി വന്നത്. ഇനി സ്മൃതി മന്ദനയുടെ വിഷയത്തിലേക്ക് വരാം. 63 പന്തിലാണ് 125 റൺസ് നേടുന്നത്. 17 ബൗണ്ടറികളും 5 സിക്സുകളും അടങ്ങുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു സ്മൃതി മന്ദനയുടേത്. ഈ ഒരു വെടിക്കെട്ട് പ്രകടനം എങ്ങനെ ഒരു റെക്കോർഡാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ഇന്ത്യൻ നേടുന്ന ഏറ്റവും വേഗതയേറിയിട്ടുള്ള ODIയിലെ സെഞ്ചുറിയാണ് എന്നുള്ളതാണ്. വുമൻസ് ക്രിക്കറ്റിലെ എന്നുള്ളതല്ല, ടോട്ടലി ഇപ്പം മെൻസിൻ്റെയും വുമൻസിൻ്റെയും നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വേഗതയേറിയിട്ടുള്ള ODI സെഞ്ചുറി ആയിട്ട് മാറുന്നു. ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ഹോൾഡ് ചെയ്തിരുന്നത് വിരാട് കോഹ്ലിയാണ്. 2013 ജയ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 52 ബോൾ നേടിയിട്ടുള്ള ഒരു സെഞ്ചുറി. ആ ഒരു സെഞ്ചുറിയാണ് ഇപ്പോൾ സ്മൃതി മന്ദന മറികടക്കുന്നത്. തൻ്റെ 13ാമത്തെ സെഞ്ചുറി നേടുമ്പോൾ സ്മൃതി മന്ദന വുമൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള 2ാമത്തെ സെഞ്ചുറി ആയിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഓസ്ട്രേലിയൻ താരം മെക്ലെനിങ്ങിന്റെ സെഞ്ചുറിയാണ് ഇതിൽ 1ാമത് നിൽക്കുന്നത്. 2012 ന്യൂസിലൻഡിനെതിരെ നേടിയിട്ടുള്ള 45 ബോൾ നേടിയിട്ടുള്ള സെഞ്ചുറിയാണ് 1ാം സ്ഥാനത്ത്. എന്തായാലും ഈ സെഞ്ചുറി ഒന്നും ഇന്ത്യയെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. 63 പന്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ 125 റൺസ് എന്ന് പറയുന്നൊരു സെഞ്ചുറി നേടുന്നത്. കൂറ്റനടികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാച്ചായിട്ട് പുറത്താകുകയാണ്. ഈ ഒരു മത്സരത്തിൽ 2 ക്യാച്ചുകൾ സ്മൃതി മന്ദനയുടെ തന്നെ ഓസ്ട്രേലിയ ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 3ാമത്തെ തവണ അവർക്ക് പിഴച്ചില്ല, സ്മൃതി മന്ദന ഔട്ടായി. സ്മൃതി ഔട്ടാകുന്ന ഒരു പോയിന്റ് ആലോചിക്കണം. 21 പോയിന്റ് ഒരു ഓവറിൽ 216-ന് 4 എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് സ്മൃതി മന്ദന ഔട്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഏതാണ്ട് 20 ഓവറിൽ തന്നെ 200 റൺസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്താനായിട്ട് സാധിച്ചിരുന്നു. സ്മൃതി മന്ദന ഔട്ടാകുന്ന സമയത്ത് 173 പന്തിൽ 196 റൺസ് പോലും മതിയായിരുന്നു. പക്ഷേ പിന്നെ പലർക്കും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റിയില്ല. പിന്നെ 7 വിക്കറ്റ് പോയതിന് ശേഷമാണ് ദീപ്തിയുടെയും സ്നേഹിൻ്റെയും ഒരു ഇന്നിങ്സ് വരുന്നത്. പക്ഷേ ദീപ്തി ഔട്ട് ആയതോടുകൂടി പിന്നെ വിക്കറ്റുകൾ തുടർച്ചയായിട്ട് വീണിട്ട് ഇന്ത്യ ഒരു തോൽവിയിലേക്ക് പോവുകയാണ്. എനിവേ 43 റൺസിന്റെ ഒരു വിജയം ഓസ്ട്രേലിയ നേടുമ്പോൾ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ സ്മൃതി മന്ദനയുടെ ഒരു വെടിക്കെട്ട് സെഞ്ചുറിയും ആ ഒരു ഇന്നിങ്സും തന്നെയാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് വിചാരം കമ്പോസിറ്റ്